മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, 1 യോഹന്നാൻ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സത്യാത്മാവിനെ വിവേചിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം: യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്ന് എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവാണ് അത്. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അവർ ലോകത്തിൻ്റെതാണ്, അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികമാണ്. ലോകം അവരുടെ വാക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തിന് അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല. ഇതുവഴി സത്യത്തിൻ്റെ ആത്മാവിനെയും അസത്യത്തിൻ്റെ ആത്മാവിനെയും നമുക്ക് തിരിച്ചറിയാം. ഈ ലോകത്ത് പല രീതിയിലുള്ള ആത്മാക്കൾ നിറഞ്ഞ ഒരു ലോകമാണ്. സത്യാത്മാവും അതോടൊപ്പം തന്നെ ദുഷ്ടാത്മാവും. നാം ഏതാണ് സ്വീകരിക്കുന്നത്? ഏതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? ചൈതന്യത്തിനാണോ അതോ അന്ധകാരത്തിനാണോ? തീർച്ചയായിട്ടും സത്യാത്മാവിനെ തിരിച്ചറിയുവാനായിട്ട് അവനിലൂടെ പ്രവർത്തനം തീർച്ചയായിട്ടും ദൈവത്തെ അംഗീകരിക്കും. ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി അവൻ്റെ ജീവിതം ഒഴിഞ്ഞുവെക്കും. തീർച്ചയായും യേശുക്രിസ്തുവിനെ, ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാമെന്ന് നമ്മൾ വ്യക്തമാക്കുന്നു. യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. ആയതിനാൽ ഈ ലോകം യേശുവിനെ അംഗീകരിക്കുന്ന ആത്മാക്കളും യേശുവിനെതിരെ പ്രവർത്തിക്കുന്ന ആത്മാക്കളുമുണ്ട്. തീർച്ചയായിട്ടും തിരിച്ചറിയുക. നമ്മളുടെ പേരുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു പല രീതിയിലും ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്നു എങ്കിലും തീർച്ചയായിട്ടും യേശുവിനെ രക്ഷകനെന്ന ആദരവായിട്ട് സ്വീകരിക്കുന്നവൻ, അവൻ സത്യത്തിലൂടെ അവനിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാനുള്ളതാണെന്നുള്ള ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കും. അങ്ങനെയുള്ള കൃപ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ തോമസ് ജോർജ്, പാണാശ്ശേരി.